നമസ്കാരം, വെൽക്കം ടു വിനേസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ എംടെക് ഗ്രാജുവേറ്റ്സിന്റെ നമ്മൾ എംടെക് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപക തസ്തിക നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. നമ്മളൊക്കെ തന്നെ എംടെക് കഴിയുന്ന സമയത്ത് മിക്ക ആൾക്കാരും ഭൂരിപക്ഷം ആൾക്കാരും ടീച്ചിങ്ങിലേക്കാണ് നമ്മളൊക്കെ പോയിട്ടുള്ളത്. കുറച്ച് ആൾക്കാർ PhD ആയിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ മറ്റുള്ള ജോലിയിലേക്ക് പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു എംടെക് ഉള്ള ഒരു ഉദ്യോഗാർത്ഥി എപ്പോഴും മനസ്സിൽ വരുന്ന ചിന്തയാണ് നമുക്കൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായാൽ എന്ത് നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AICTE പേ സ്കെയിലായിരിക്കും ആ ഒരു ജോലിക്ക് ഉണ്ടാവുക. AICTE പേ സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉള്ളവർ നമ്മുടെ ചാനലിൽ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു കറക്റ്റ് കണക്കിലാണ് നമ്മുടെ AICTE പേ സ്കെയിലിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെയും സാലറി വരുന്നത്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, എത്ര കിട്ടുമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. സോ ശമ്പളത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അവധിയുള്ളതാണ്, അതുപോലെ വെക്കേഷൻ ലീവുകളുണ്ട്, പിന്നെ അത്യാവശ്യം ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്ന ഒരു ജോലിയാണ് അധ്യാപക തസ്തിക എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു നമുക്ക് കുട്ടികളുമായി പഠിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ തന്നെ നമുക്കൊരു നല്ല ഒരു അത്യാവശ്യം എല്ലാവർക്കും ഹാപ്പി ആവുന്ന ഒരു ജോലിയാണ് നമ്മുടെ അധ്യാപക തസ്തിക എന്ന് പറയുന്നത്. കേരള PSCയിൽ നിലവിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അതിന്റെ വാലിഡിറ്റി 2027 വരെയൊക്കെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. എങ്കിലും ഒരു വർഷം മുന്നേ ഒക്കെ സാധാരണഗതിയിൽ യൂഷ്വൽ പ്രൊസീജിയർ അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് കാര്യം തീരുന്നതിന് മുന്നേ അത് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ ഒരിടത്തും പറയുന്നില്ല, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ എക്സാമിന്റെ പ്രത്യേകത, യൂഷ്വലി ഒരു AE എക്സാമിന് നമ്മൾ കാണുന്നത് പോലെ ഈ എക്സാം നമ്മൾ പഠിക്കാൻ ഇരുന്നിട്ട് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. കഴിഞ്ഞ വട്ടത്തെ എക്സാം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. ഗേറ്റിന്റെ ലെവൽ ക്വസ്റ്റ്യൻസ്, ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ അത്യാവശ്യം ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ എക്സാമിന് വരുന്നുണ്ട്. കഴിഞ്ഞ വട്ടത്തെ സിലബസ് തന്നെയായിരിക്കും ഈ വട്ടം വരുന്നത് പ്രതീക്ഷിക്കുന്നു. മാത്തമാറ്റിക്സും നമ്മുടെ കോർ പേപ്പറും മാത്രമായിരുന്നു കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നത്. നല്ല ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 40.33 ആണ് കഴിഞ്ഞ വട്ടത്തെ റിട്ടൺ എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന്റെ മാർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എംടെക്കിന്റെ CGPA അനുസരിച്ച് നമുക്കൊരു മാർക്കും ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവസാനത്തെ മാർക്ക് നമുക്ക് വരുന്നത്. കഴിഞ്ഞ വട്ടം ഏകദേശം 62-63 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഇതുവരേക്കും എനിക്ക് തോന്നുന്നു 20 അഡ്വൈസുകളാണ് നിലവിൽ ഈ ലിസ്റ്റ് ഇതുവരെ പോയിരിക്കുന്നത്. ലിസ്റ്റിന്റെ കാലാവധി നിങ്ങൾ നോക്കിയേ, ലിസ്റ്റ് വന്നിരിക്കുന്നത് 11-ാം മാസം 2024 11-ാം മാസമാണ്. ദാറ്റ് മീൻസ് 2027 11-ാം മാസം റാങ്ക് ലിസ്റ്റ് തീരും. സോ അതിനൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ വരാം. അപ്പം നമ്മൾ സാധാരണ ഒരു എക്സാമിനെ കാണുന്നത് പോലെ ഈ എക്സാം കണ്ട് വളരെ ലളിതമായിട്ട് പഠിക്കാൻ പറ്റില്ല. കുറച്ച് അത്യാവശ്യം ഡെപ്തിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. വിനേസ് അക്കാഡമിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കലിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പ് ത്രൂ ആണ്. വിനേസ് എഡ്യൂടെക് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കാൻ പറ്റും. നമ്മളൊക്കെ തന്നെ ഒരു 12-13 വർഷമായിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. നമുക്ക് സൂം റെക്കോർഡായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മീറ്റിലുള്ള ക്ലാസ്സസ് അല്ല ഉള്ളത്. സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നത്. അതിന്റെ PDF നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സാമുകൾ ഉണ്ടാവും, MCQ ഡിസ്കഷൻ വീഡിയോ ഉണ്ടാവും. അതിലൊക്കെ ഉപരിയായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയായിരിക്കും. നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അവരുടെ മെന്റർഷിപ്പിലായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അതിന്റെ റെക്കോർഡ് സെഷൻസ് എല്ലാം തന്നെ ആപ്പിലുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് AP സിലബസിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. ഗേറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ESE പ്രിലിംസിന്റെ അല്ലെങ്കിൽ ESE എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സ്പെഷ്യലായിട്ട് AP എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അത്യാവശ്യം ലെവലായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. അതിന്റെ ഡെമോ ക്ലാസ്സുകൾ ഇപ്പം നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 100% സിലബസ് ഇപ്പം കംപ്ലീറ്റ് അല്ല, പക്ഷെ കംപ്ലീറ്റ് ആക്കും. നമ്മൾ ക്ലാസ്സുകൾ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം കണ്ടന്റുകൾ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമത്തിലാണ്. വലിയ സിലബസ് ആണ്, നിങ്ങൾക്കറിയാം, വലിയ സിലബസ് ആണ്. നോർമലി AEക്കുള്ള എക്സാം സിലബസ് മാത്രമല്ല, ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണം. അങ്ങനെ ക്ലാസ്സുകൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു നോക്കുക, ക്ലാസ്സിന്റെ ക്വാളിറ്റി വിലയിരുത്തുക, എങ്ങനെയാണ് എത്രമാത്രം കൺസെപ്റ്റുകൾ കിട്ടുന്നുണ്ട്, കോർ പേപ്പറൊക്കെ എത്രമാത്രം നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് വിനേസ് എഡ്യൂടെക് എന്ന് പറഞ്ഞ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടു നോക്കാൻ വേണ്ടി പറ്റും.
സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എംടെക് ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കുക. നല്ലൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ 2028, 29, 30 വർഷങ്ങളിലൊക്കെ റിട്ടയർമെന്റ് കാലം ഉണ്ട് റിട്ടയർമെന്റ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു RTA ഫയൽ ചെയ്തിട്ടുണ്ട്. റിപ്ലൈ കിട്ടിയിട്ടില്ല. റിപ്ലൈ കിട്ടുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും. സോ പെൻഷൻ പ്രായമൊന്നും കൂട്ടിയിട്ടില്ലെങ്കിൽ 2028, 29, 30 കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ റിട്ടയർമെന്റ് ഒക്കെ തന്നെ ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും, വരാൻ പോകുന്ന എക്സാം ലിസ്റ്റിൽ നിന്നായിരിക്കും അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുക. നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.